നിർമ്മിത യുദ്ധവിമാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് മിസൈലുകൾ ആലോചിച്ച് നോക്കണം. ഹൈപ്പർസോണിക് മിസൈലൊക്കെ അവർ കണ്ടിട്ടുണ്ടോ? എന്തായാലും ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഉപയോഗിച്ച് തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. ഒന്നാമത് ഇവർക്ക് സബ്സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് ഒക്കെ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുമോ എന്ന് സംശയമാണ്. അമാതിരിയാണ് അവരുടെ ഈ പട്ടാളക്കാർ വന്നിരുന്ന വാർത്താ സമ്മേളനത്തിൽ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. അതെന്തോ ആട്ടെ, എന്തായാലും ഹൈപ്പർസോണിക് ഉപയോഗിച്ച് തകർത്തു എന്നൊക്കെയാണ് അവകാശപ്പെട്ടത്. എന്തായാലും ഇതെല്ലാം തന്നെ വ്യാജ ആരോപണമാണ് എന്ന് നേരത്തെ തന്നെ ഇന്ത്യ തെളിവ് സഹിതം ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് ആദംപൂരിലെ നമ്മുടെ വ്യോമതാവളത്തിലെത്തുകയും നമ്മുടെ സൈനികരെ കാണുകയും അവരോടൊപ്പം ഫോട്ടോസ് എടുക്കുകയും സന്തോഷം പങ്കിടുകയും വിജയം പങ്കിടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേന വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വ്യോമസേനയുടെ പങ്ക് എടുത്തു പറയണം. വലിയൊരു നേട്ടം അല്ലെങ്കിൽ വലിയ അഭിമാനാർഹമായ ഒരു വിജയം രാജ്യത്തിന് 3 സേനകളുടെയും ഏകോപനത്തോടെയുള്ള പ്രവർത്തനം കാരണം ലഭ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തിയത്. കാരണം ഇങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് സാധാരണ സൈനികരെ പോലും കാണുമ്പോൾ, സാധാരണ നമുക്കറിയാം പ്രധാനമന്ത്രിമാർ കാണുന്നത് ഹയർ ആയിട്ടുള്ള പൊസിഷൻസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ്, ഏറ്റവും ടോപ്പ് ലെവലിലെ ഉദ്യോഗസ്ഥരെയാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം സാധാരണ ദീപാവലി സമയങ്ങളിൽ സൈനിക ക്യാമ്പുകൾ സന്ദർശിക്കുകയും സൈനികരോടൊപ്പം മധുരം പങ്കിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എപ്പോഴും സൈനികരുടെ കൂടെ നിന്ന് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴും അദ്ദേഹം വലിയൊരു നേട്ടത്തിന് ശേഷം നമ്മുടെ ജവാന്മാരെ, നമ്മുടെ സൈനികരെ വ്യോമതാവളത്തിലെത്തി കാണുകയും അവരോടൊപ്പം സമയം ചെലവിടുകയും ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണകൂടം, പ്രധാനമന്ത്രി നമ്മുടെ സൈനികർക്കൊപ്പമുണ്ട്. സൈനികർക്ക് നേരത്തെ തന്നെ നമുക്കറിയാലോ, പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഗവൺമെന്റ് തലത്തിൽ പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. പിന്നീടുള്ള തീരുമാനങ്ങളെല്ലാം സൈന്യത്തിന്റേതായിരുന്നു. പ്രധാനമന്ത്രി എല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിച്ച് ഉറങ്ങാതെ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ സൈന്യം ഒരു വലിയ വിജയം നമുക്ക് നേടിത്തരുമ്പോൾ അവരെ നേരിട്ടെത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.